കോൺഗ്രസ് ഇന്ത്യയിൽ ഇപ്പോൾ 3 സംസ്ഥാനങ്ങളെ ഭരിക്കുന്നുള്ളൂ. അടുത്ത അസംബ്ലി ഇലക്ഷൻസ് വരുമ്പോൾ കേരളം, അസം, ബംഗാൾ, തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തു കൂടി അധികാരത്തിലെത്തുന്നത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കില്ലേ ബി.ജെ.പിയുടെ സ്ട്രാറ്റജി? എനിക്ക് അങ്ങനെ ഒരു നാഷണൽ സ്ട്രാറ്റജി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടിന്റെ പോളിറ്റിക്സ് എന്താണ്, കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ പെർഫോമൻസ് എന്താണെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കോൺഗ്രസ് വിമുക്ത ഭാരതമാണല്ലോ ബി.ജെ.പിയുടെ ഒരു ലക്ഷ്യം, ഐഡിയോളജി. അപ്പൊ കോൺഗ്രസ് റിട്ടേൺസ് എന്നൊരു സെനാരിയോ കേരളത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ ലെഫ്റ്റ് തുടരുന്നതായിരിക്കില്ലേ ബി.ജെ.പി? ഞങ്ങൾക്ക് ലെഫ്റ്റും കോൺഗ്രസും ഒരേപോലെ തന്നെയാണ്. എനിക്കൊരു കുറച്ചൊരു അതിശയമുണ്ട്. ഇത് എന്തുകൊണ്ട് നമ്മളുടെ ഇന്റലക്ച്വൽസും മാധ്യമ സുഹൃത്തും ഇത് മനസ്സിലാക്കുന്നില്ല. ഈ രണ്ട് LDFും കോൺഗ്രസ് പാർട്ടിയാണ് 27 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? അവരുടെ ഐഡിയോളജിയിൽ ഒരു വ്യത്യാസവും ഇല്ല. അവർ ലെഫ്റ്റ് ഓഫ് സെൻറ്റർ പാർട്ടിയാണ്. രണ്ട് പാർട്ടിയും. കോൺഗ്രസ് പാർട്ടീൻ്റെ രാഹുൽ ഗാന്ധി അല്ലേ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തി. ഇവർ രണ്ടും അല്ലേ ഭരണഘടന എടുത്ത് ഫാസിസമിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നു, പക്ഷെ ഇവിടെ ജമാഅത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. അപ്പൊ ഇവരുടെ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസമില്ല. ശരിക്കും പൊളിറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ LDFും UDFും കോൺഗ്രസും CPM ആണ്. ബി.ജെ.പിയുടെ ഐഡിയോളജിക്കൽ പൊസിഷനിൽ നിന്നിട്ട് കോൺഗ്രസ് ആണോ തോൽക്കേണ്ടത്, ലെഫ്റ്റ് ആണോ തോൽക്കേണ്ടത്? കേരള ജയിക്കണം, വികസനം ജയിക്കണം. ഇത് കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കണം. അപ്പൊ ലെഫ്റ്റിന്റെ നേതാക്കൾ, ഇപ്പൊ AK ബാലനെ പോലുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസ് ജയിച്ചാൽ, UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരണം നടത്തുക, അല്ലെങ്കിൽ ആഭ്യന്തരം നടത്തുക എന്നാണ് അവർ പറയുന്നത്. ആ നറേറ്റീവിലാണ് ഒരു പക്ഷേ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതിനല്ലേ ബി.ജെ.പി പറയുന്നത്? അല്ലല്ല, അത് കറക്റ്റ് ആണ്. പക്ഷേ ഈ CPM അതിന് അഡ്വാൻറ്റേജ് CPM-നല്ലേ? അല്ല, അത് ഞങ്ങളല്ല ആദ്യം പറഞ്ഞത്. അപകട രാഷ്ട്രീയം ഞങ്ങൾ നിലമ്പൂർ മുതൽ പറഞ്ഞത്. ഇതിപ്പോ 10 ദിവസം മുമ്പ് ഇലക്ഷന് മുമ്പ് AK ബാലനാണോ വിദ്വാനായിരിക്കുന്നത്? ഞങ്ങളിത് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞതാണ്. ഇത് അപകടമാണ്. ജമാഅത്ത് മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറാൻ പാടില്ല. ജമാഅത്ത് ആന്റി നാഷണൽ പാർട്ടിയാണ്. ജമാഅത്ത് ഇപ്പോൾ കോൺഗ്രസ് ഒരു ദുർബലമായ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് നാടിന് ഗുണം ചെയ്യുമോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഇഷ്യൂ അല്ലേ?